തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ മുൻനിർത്തി PR ഇമേജ് വർദ്ധിപ്പിക്കാനൊരുങ്ങി മുഖ്യമന്ത്രി. CM with me എന്ന പേരിൽ സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ ആരംഭിക്കുന്നതിന് മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനമായി. പ്രധാന സർക്കാർ പദ്ധതികൾ, ക്ഷേമ പദ്ധതികൾ, മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി തുടങ്ങിയവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക, ഒപ്പം തന്നെ ജനങ്ങൾ ഉന്നയിക്കുന്ന പരാതികൾക്ക് മറുപടി ഉറപ്പാക്കുക തുടങ്ങിയവയാണ് ലക്ഷ്യമെന്നാണ് വിശദീകരണം. പരിപാടിയുടെ വിജയത്തിനായി പരിചയസമ്പന്നരായ സർക്കാർ ഉദ്യോഗസ്ഥരെ നിയോഗിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. നേരത്തെ ആഡംബര ബസ്സിൽ സംസ്ഥാനം ചുറ്റിയ നവകേരള സദസ് ഉൾപ്പെടെ മുഖ്യമന്ത്രിയുടെ PR പ്രചാരണ പരിപാടികൾ വലിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ശാലിനി ചേർന്നുണ്ട്. ശാലിനി, എന്താണ് സർക്കാർ നീക്കത്തിന് പിന്നിൽ? വിഷ്ണു, സംസ്ഥാനം കടുത്തൊരു സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നുപോയപ്പോഴാണ് കേരളീയം പദ്ധതിയും ഒപ്പം തന്നെ നവകേരള സദസ്സും ഒക്കെ സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ചത്. ഇരുനില ബസ്സിൽ സംസ്ഥാനം മുഴുവൻ മന്ത്രിമാരടക്കമുള്ളവർ ചുറ്റിയതുമൊക്കെ അന്ന് വലിയ രീതിയിൽ വാർത്തകളാവുകയും വിവാദമാവുകയും ചെയ്യുകയും ചെയ്തു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് പോയ ഇമേജ് തിരിച്ചുപിടിക്കാനുള്ള സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായിട്ടുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് ഇന്നിപ്പോൾ മന്ത്രിസഭാ യോഗത്തിൽ അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയിരിക്കുന്നത്. CM with me എന്ന പേരിൽ ഒരു സംരംഭം ആരംഭിച്ചുകൊണ്ട് അത് സംസ്ഥാനത്ത് ഉടനീളം വ്യാപിപ്പിക്കുകയാണ് സർക്കാർ ഇതിലൂടെ ലക്ഷ്യം വെക്കുന്നത്. ഒപ്പം തന്നെ വിവിധ വിഷയങ്ങളിൽ നഷ്ടമായ ഇമേജ് തിരിച്ചു പിടിക്കുക, ഒപ്പം തന്നെ 2 മാസങ്ങൾക്ക് ശേഷം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് അതിൽ വലിയ രീതിയിലുള്ള നേട്ടമുണ്ടാക്കുക, കൂടുതൽ സീറ്റുകൾ പിടിക്കുക, ഒപ്പം തന്നെ ഭരണ തുടർച്ച ഉണ്ടാക്കുക, ഇതൊക്കെയാണ് ഈ പരിപാടിയുടെ പ്രധാനമായ ലക്ഷ്യം എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും തത്വത്തിൽ ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പരിപാടിക്കുള്ള അനുമതി ആയിരിക്കുകയാണ്. CM with me എന്ന പേരിൽ ഈ പരിപാടി സംഘടിപ്പിക്കും. ഒപ്പം തന്നെ പ്രത്യേകിച്ച് സമഗ്ര സിറ്റിസൺ കണക്ട് സെന്റർ എന്ന പേരിൽ ഒരു പുതിയ സംരംഭം കൂടി ആരംഭിക്കുകയാണ്. അതുവഴി ഏതൊക്കെ തരത്തിലുള്ള പരാതികൾ ജനങ്ങൾക്ക് അറിയിക്കാനുണ്ടെങ്കിലും നേരിട്ട് സർക്കാരിനെ അറിയിക്കാനുള്ള ഒരു സംവിധാനം കൂടിയാണ് ഈ കണക്ട് എന്ന് പറയുന്ന പരിപാടിയിലൂടെ സർക്കാർ സംരംഭമായി ഉദ്ദേശിക്കുന്നു. ഒപ്പം തന്നെ വിവിധ ക്ഷേമ പദ്ധതികൾ, സർക്കാരിന്റെ പ്രധാനപ്പെട്ട പദ്ധതികൾ അടക്കമുള്ള കാര്യങ്ങൾ, മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ, മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ, ഇതടക്കമുള്ള കാര്യങ്ങൾ പൊതുജനങ്ങൾക്ക് എളുപ്പത്തിൽ വിവരങ്ങൾ നൽകുക എന്നത് കൂടിയാണ് ഈ ഒരു സംരംഭത്തിലൂടെ സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ക്ഷേമ പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നത് കൂടി സർക്കാർ ഉദ്ദേശിക്കുന്നുണ്ട്. എന്തായാലും പോയ ഇമേജ് തിരിച്ചു പിടിക്കുക, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ നേട്ടം കൊയ്യുക എന്നതടക്കമുള്ള കാര്യങ്ങൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലൊരു പരിപാടിയുമായി മുന്നോട്ട് പോകുന്നത്. ഒരു പക്ഷേ സംസ്ഥാന സർക്കാർ സർവീസിലെ വിവിധ ഉദ്യോഗസ്ഥരെ അടക്കം എത്തിപ്പിച്ചുകൊണ്ടുള്ള പരിപാടിക്കാണ് സർക്കാർ ഇതോടുകൂടി തുടക്കമിടുന്നത്. എന്തായാലും 2 പരിപാടികൾ പാളി വലിയ രീതിയിൽ വിവാദമാവുകയും സർക്കാരിനെതിരെ വിമർശനങ്ങൾ ഉയരുകയും ചെയ്ത സാഹചര്യത്തിൽ കൂടിയാണ് ഈ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് കരകയറി വരുന്ന സാഹചര്യത്തിൽ ഇത്തരത്തിൽ മറ്റൊരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാക്കുന്ന രീതിയിലുള്ള പരിപാടിയിലേക്ക് സർക്കാർ കടക്കുകയും ചെയ്യുന്നത്. ഔദ്യോഗികമായി തീരുമാനമായിരിക്കുന്നു എന്ന് മുതൽ ഈ പരിപാടി ആരംഭിക്കുമെന്ന കാര്യത്തിലാണ് ഇനി ഔദ്യോഗികമായ ഒരു തീരുമാനം വരേണ്ടിയിരിക്കുന്നത്. വിഷ്ണു, ശരി, ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.